ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബ്രെഡ് റോളാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വൈകുന്നേരം നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്ക് ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 6 പീസ് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രെഡ് റോള് ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒരു സവോള, ഒരു തക്കാളി, ഇതെല്ലാം നല്ല ചെറുതായി മുറിച്ചെടുത്തതാണ്. ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി, 3 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അല്പം കറിവേപ്പില, ഇതെല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിനാവശ്യമായ ഉപ്പ്, വെളിച്ചെണ്ണ. പിന്നെ ഇതിനാവശ്യമായ മസാലപ്പൊടികൾ അത് തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് പറയാം കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ബ്രെഡ് റോള് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായ ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനൊരു പാത്രം വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അല്പം ഉപ്പിട്ട് കൊടുക്കുക. സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. സവോള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഉണ്ട്, തക്കാളി ഉണ്ട്, അത് രണ്ടും ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരുന്ന തക്കാളി അതങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണേ. ആ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഈ സവോള എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞതിന് ശേഷം ക്യാപ്സിക്കം ചേർത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. മസാലപ്പൊടികളെല്ലാം ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കണം. പിന്നെ ഇവിടെ 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്. ചിക്കൻ മസാലപ്പൊടി ഇല്ല എങ്കിൽ ഗരം മസാല ചേർക്കാം. അതിന് എക്സ്ട്രാ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇടുന്നു. എല്ലാം കൂടെ നന്നായിട്ട് മുപ്പിക്കുക. ഈ മുളക് പൊടിയുടെ ഒക്കെ പച്ചച്ചുവ മാറണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ അല്പം ഗ്രേവി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. എരിവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടണം. 1/2 ടീസ്പൂൺ കൂടെ ചിക്കൻ മസാല ചേർക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ചേർക്കണം. ഉപ്പൊക്കെ ഉണ്ട്, നല്ല സ്പൈസിയാണ്. സ്പൈസ് ലെവലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരി എരിവ് കുറയ്ക്കാം. ബ്രെഡ് റോളിന് ആവശ്യമായ ചിക്കൻ്റെ ഫില്ലിങ് ഇവിടെ റെഡിയായി. നമുക്കിനി ഇത് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്തിട്ട് റോളാക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ആദ്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ബ്രെഡ് ഫില്ല് ചെയ്തിട്ട് റോളാക്കിയെടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ. ബ്രെഡ് ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഒന്ന് വെള്ളം തളിച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. പതുക്കെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പരത്തുക. ഇങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. അതിൻ്റെ സൈഡിലേക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒത്തിരി കട്ടിയിൽ വയ്ക്കരുത്, കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ സൈഡൊന്ന് നനച്ച് കൊടുക്കണം. ഈ 2 സൈഡും അല്പം വെള്ളം ചേർത്ത് നനക്കാം. വെള്ളത്തിൽ മുക്കി കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ദേ
ഇതിൻ്റെ മുട്ടയിൽ മുക്കി കൊടുക്കുക. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഈ സൈഡിലൊക്കെ ഇത്തിരി വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും. നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് ഞാനൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവുക കേട്ടോ. അതിലേക്ക് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്യുക. സൈഡ് നനച്ച് കൊടുക്കണം. സൈഡ് നനച്ച് കൊടുത്താലേ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ. എൻ്റെ ഈ വശം ഒന്ന് ഇങ്ങനെ മുക്കുക. 2 വശം ഇങ്ങനെ മുക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ ഉരുട്ടിയ സംഗതി ക്ലിയറായി. എടുക്കുക, അതിനകത്ത് മുക്കുക, റൊട്ടിപ്പൊടി ഒട്ടിയിടുക. കണ്ടോ? ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കാം. ബ്രെഡ് റോളെല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കിയെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് റോള് തയ്യാറാക്കുന്നതിന് ആവശ്യമായ എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വേവിച്ചതല്ലേ, അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇത്രയും ഫ്രൈ ആയാൽ മതി. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. എല്ലാ സൈഡും ഫ്രൈ ആയി. നമുക്കിതും എടുത്ത് മാറ്റാം. നമ്മുടെ ബ്രെഡ് റോൾ ഇവിടെ എല്ലാം റെഡിയായി കിട്ടി. ബ്രെഡ് ചിക്കൻ റോൾ ഇവിടെ റെഡിയായി. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്